ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്നും ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ സുധീരനോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വാങ്ങിത്താട്ട് പറഞ്ഞു. കുറേ നേരം സോപ്പ് ഇട്ടിട്ടോ. അപ്പോഴേക്കിതേക്ക് ഇച്ചും ക്ലാസ് കഴിഞ്ഞെത്തിയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ എന്നാൽ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നേരെ എന്നാൽ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോയിട്ടോ. നേരെ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് എങ്ങോട്ടാണെന്നോ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കണ്ടോ സുധേട്ടൻ കൊണ്ടുപോയത്. ശ്രീകൃഷ്ണയൊക്കെ കണ്ടു പോയത്. അപ്പോൾ പിന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ മസാല ദോശയും വടയും ഒരു രക്ഷയല്ല മക്കളെ. ഞാൻ അതിന് മുമ്പ് 2 വട്ടം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ഒന്ന് കയറി കണ്ടു നോക്കൂട്ടോ എൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ അതേ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് തെറ്റിയിരിക്കുന്ന ആളായിട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെജിറ്റേറിയൻ ഹോട്ടലിൽ ബിരിയാണി കിട്ടൂല എന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടോ അവന് മനസ്സിലാവണില്ല കേട്ടോ. ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച ക്യാമറയ്ക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഇതേ നമ്മൾ കാത്തിരുന്ന സാധനം എത്തി ഗൈസ്. ഇതാണ് ഞാൻ മസാല ദോശ കണ്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് വട കിട്ടിയില്ലെന്ന് കേട്ടോ. പിന്നെ ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ തെറ്റിയിരിക്കുക. സുധിയേട്ടനാണെങ്കിലോ പ്ലെയിൻ ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ വട എനിക്ക് രണ്ടാമത് കൊണ്ടുവന്ന് വെച്ചു തന്നു. പക്ഷേ എൻ്റെ വട കള്ളം കൊണ്ടുപോയി. അത് കിച്ചു എടുത്തുകൊണ്ട് പോയിട്ടോ. പക്ഷേ എന്താ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയില്ല. ഇതെൻ്റെ പ്ലേറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. 3 ചട്നി ഉണ്ടായിരുന്നു. 3 ചട്നി ഞാൻ വടിച്ച് കഴിച്ചിട്ടുണ്ട്. സുധേട്ടൻ വെജിറ്റേറിയൻ അല്ല, എന്നിട്ട് കൂടി സുധേട്ടൻ്റെ പ്ലേറ്റ് നോക്ക്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടുത്തെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട്. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഈ എടക്കര നിലമ്പൂർ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോട്ടെ. ടാറ്റ ബൈ ബൈ, സീ യു.